സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുരേഷ് ഗോപിന്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുകയും സ്പർശിക്കുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വലിയ കേസുണ്ട്. ആ കേസ് എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ആ കേസ് കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് അദ്ദേഹത്തെ കുത്തിപ്പൊക്കി എങ്ങനെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് ഏതാനും ദിവസങ്ങളിലുള്ളിൽ കാണാൻ കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് സർക്കാരിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് കോടതി. അത് മാത്രവുമല്ല, അത് പരിഗണിക്കുന്നത് ജനുവരി 8-ാം തീയതിയാണ്. ജനുവരി 17-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണ് ഗുരുവായൂരിൽ വെച്ചിട്ട്. അപ്പോൾ 15-ാം തീയതിയോ 14-ാം തീയതിയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ മകളുടെ കല്യാണത്തിന് ഇദ്ദേഹം ജയിലിലായിരിക്കും. അപ്പോൾ ജയിലിലായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മകളും അതുപോലെ തന്നെ മകളെ ഭർത്താവൊക്കെ കൂടിയിട്ട് ജയിലിൽ പോയിട്ട് കാണുന്ന ഒരു സഹതാപ തരംഗം അലയടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും സുരേഷ് ഗോപിനെ അറസ്റ്റ് ചെയ്താലും ജയിലിലിട്ടാലും ഒക്കെ നേട്ടം കൊയ്യാൻ പോകുന്നത് സുരേഷ് ഗോപി തന്നെയായിരിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ സഹതാപ തരംഗം കിട്ടും. ഇപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് സുരേഷ് ഗോപിന്റെ ഗ്രാഫ് എവിടെയും താഴ്ന്നു പോയിട്ടില്ല. അദ്ദേഹത്തിന് കുറച്ചും കൂടി ജനപിന്തുണ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എല്ലാ സ്ത്രീകളായി കഴിഞ്ഞാലും പുരുഷന്മാരായി കഴിഞ്ഞാലും രാഷ്ട്രീയ ഭേദമേന്യേ സുരേഷ് ഗോപി അങ്ങനെ ഒന്നും ചെയ്യില്ല. സുരേഷ് ഗോപി ആ ഒരു അർത്ഥത്തിലല്ല ചെയ്തത്. സുരേഷ് ഗോപിന്റെ മനസ്സിപ്പോൾ ശത്രുക്കൾക്ക് പോലും അറിയാം. സുരേഷ് ഗോപി ഒരിക്കലും ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറൂല. അപ്പോൾ അങ്ങനെ അന്ന് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, അത് മോശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അന്ന് മാപ്പും ചോദിച്ചിരുന്നു ഇദ്ദേഹം. പക്ഷേ ആ മാപ്പൊന്നും ഇവർക്ക് വേണ്ട. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ യൂണിയനും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ഇടപെട്ടു. അതുമാത്രവുമല്ല, രാഷ്ട്രീയ എതിരാളിയാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇത് നേരിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ മുന്നിട്ട് ഇറങ്ങി. ഒരിക്കലും നിങ്ങൾ പരാതി പിൻവലിക്കരുത്. കാരണം ഇത് സുരേഷ് ഗോപിയെ പൂട്ടാൻ കിട്ടിയ ഒരു ചാൻസാണ്. കോൺഗ്രസിനായാലും മാർക്സിസ്റ്റിനായാലും ആർക്കായാലും ശരി, CPIക്കായാലും ഒക്കെ ഇത് സുരേഷ് ഗോപിയെ പൂട്ടാൻ പറ്റിയൊരു ചാൻസാണ്. പക്ഷേ ഇവരൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് ഇവർ പൂട്ടാൻ നോക്കുന്നതനുസരിച്ച് ജനപിന്തുണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൃശ്ശൂരിൽ തന്നെയുള്ള സ്ത്രീകളോട് 100-ൽ 99 ആൾക്കാരും പറയുന്നത് സുരേഷ് ഗോപി നല്ലവനാണ്, സുരേഷ് ഗോപി അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ്. സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ എന്നുള്ളൊരു പേടി ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ TM പ്രതാപൻ തന്നെ കുറച്ചു കാലം മുൻപ് വന്ന് പറഞ്ഞു സുരേഷ് ഗോപി നല്ല നടനാണ്, പക്ഷേ തൃശ്ശൂർ ജയിക്കാനൊന്നും പോകുന്നില്ല എന്ന്. ഈ 5 വർഷത്തിന് മുന്നേ അദ്ദേഹം ഇലക്ഷനിൽ നിന്നപ്പോൾ മണ്ഡലത്തിൽ കണ്ടതല്ലാതെ പിന്നെ അദ്ദേഹത്തെ മണ്ഡലത്തിൽ പോലും അല്ല, ഒരു വാർത്താമാധ്യമത്തിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപി അവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ പേടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും കോൺഗ്രസിനായാലും അതുപോലെ തന്നെ CPIക്കും CPMനും ഒക്കെ ഇവർക്കൊക്കെ പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം സുരേഷ് ഗോപിക്ക് നല്ല മൈലേജാണ് ഈ തൃശ്ശൂർ ജില്ലയിൽ. ഈ ഒരു സംഭവം കൂടി വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ മൈലേജ് ആക്കി എന്നുള്ളതാണ്. അതായത് ഈ ഒരു കേസും ഇതൊക്കെ കൊണ്ട്. അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു സംഭവമായിട്ട് ഇവിടെ മാറും. പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ഒരു പേടി കുടുങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സിനിമയിലൊക്കെ ആണെങ്കിൽ നടക്കും. പക്ഷേ ജീവിതത്തിൽ സ്വന്തം മകളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് അച്ഛൻ ജയിലിലിരിക്കുമ്പോൾ, നാണക്കേട് കൊണ്ടല്ല, പക്ഷേ അച്ഛൻ ജയിലിലിരിക്കുമ്പോൾ ആ കല്യാണത്തിന് പങ്കെടുക്കാതെ ഞാൻ എവിടെയായി പോകുമോ എന്നുള്ള ഒരു പേടി സുരേഷ് ഗോപിക്ക് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ മുൻകൂർ ജാമ്യം പെട്ടെന്ന് കിട്ടും തന്നെയാണ് ഇദ്ദേഹം വിചാരിച്ചത്. പക്ഷേ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തള്ളിക്കൊണ്ട്, കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചുകൊണ്ട് പിന്നെ കോടതി 8-ാം തീയതിക്ക് മാറ്റിവെച്ചിട്ട് അതുള്ളത്. അവിടെ തന്നെ ഒരു വലിയൊരു പ്രശ്നമായത്. പിന്നെ ഇദ്ദേഹത്തെ അന്ന് നല്ല രീതിയിൽ എന്താ പറയുക, കുത്തിത്തിരിപ്പാക്കി വിടാൻ വേണ്ടിയിട്ട് കുറേ ടീമുണ്ടായിരുന്നു പുറകിൽ, കുറേ കമൻറ്റോളികളുണ്ടായിരുന്നു, കുറേ ടീമും ഉണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെയൊരു സംഭവം നടന്നു. അതൊരു വലിയ വിവാദമാക്കാതെ സഹോദരി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറഞ്ഞിരുന്നു, പക്ഷെ അത് പറഞ്ഞ രീതി മാറിപ്പോയി എന്നാണ് ഈ എന്താ പറയേണ്ടത് ഇര പറയുന്നത്. പറഞ്ഞ രീതി മാറിപ്പോയി, ആ രീതി എനിക്ക് ഇഷ്ടമല്ല എന്ന്. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഒരു പക്ഷേ ആ കേസ് അവിടെ വെച്ച് തീർന്നേനെ. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ടീം പറഞ്ഞു കേസിന് പോകുന്നെങ്കിൽ കേസിന് പോട്ടെ, അല്ലെങ്കിൽ മറ്റേന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുത്തിത്തിരിപ്പാക്കി വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീമുണ്ട്. ഈ ജാമ്യം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അവരൊന്നും കാണാനുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. കാരണം വേറെയൊന്നുമല്ല, സുരേഷ് ഗോപിൻ്റെ മകളെ കല്യാണമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ കല്യാണം നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ ഒന്നും കഴിയില്ല. ആ കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്താൽ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. ഇദ്ദേഹം ചിലപ്പോൾ അവിടെ പോയി കീഴടക്കും. അതാണ്
പക്ഷേ ഈ കല്യാണത്തിനെങ്ങാനുമാണ് ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നവുമാകും. അത് പിന്നെ എനിക്ക് തോന്നുന്നത് എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ഒരു പ്ലാനും കൂടി ഇതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കല്യാണത്തിൻ്റെ നടുക്ക് ഇവനെ പൂട്ടാൻ പറ്റിയ അവസരമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പൂട്ടിക്കാനുള്ള ഒരേ ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിഷയം തന്നെയാണ്. അത് എന്ത് പ്രശ്നമായാലും ശരി, ഏത് മനുഷ്യനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സ്ത്രീ വിഷയമാണ്. അതുമാത്രവുമല്ല, കല്യാണത്തിൻ്റെ സമയത്തെങ്ങാനും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതായത് കേന്ദ്രമന്ത്രിമാരൊക്കെ ഒരു വകയിലെ ടീമൊക്കെ ഉണ്ടാവും കല്യാണത്തിന്. അവരൊക്കെ ജാതിയായിട്ട് നേരെ പോകുന്നത് ഇവിടത്തേക്കായിരിക്കും, ജയിലിലേക്കായിരിക്കും. അങ്ങനെ ഒരു വലിയൊരു വീരപരിവേഷം ആ മനുഷ്യന് കിട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് കളിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ കുറച്ചെങ്കിലും ഒതുക്കാന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.